പുനരധിവാസത്തിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യാപാരികൾ ജോലി ചെയ്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ അവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. സർക്കാർ ഒരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഉത്തരവ് വന്നിട്ടില്ല. അപ്പോൾ അവര് വ്യാപാരികളുടെ കൂടെ വ്യാപാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റ് അങ്ങനെ പ്ലാൻ സത്യത്തിലുണ്ടോ? നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉറപ്പ് തന്നിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളെ കണക്ക് കാര്യങ്ങളൊക്കെ 80ഓളം കച്ചവടക്കാരെ കണക്കുകാരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടില്ല. അവർ പറയുന്ന ഈ പുനരധിവാസം കഴിയട്ടെ, അതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എന്താണെന്നുള്ള ഉറപ്പ് തന്നില്ല. ഞങ്ങൾ 80ഓളം കച്ചവടക്കാരുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ട് ഒരു വർഷമായിട്ടും ഒരു തരത്തിലുള്ള ഈ ഇതിന്റെ നഷ്ടപരിഹാര കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്താ ആവശ്യപ്പെടും? നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്? എന്ത് കൈൻഡ് ഓഫ് നഷ്ടപരിഹാരം എങ്ങനെ തരണം എന്നുള്ളതാണ്? ഞങ്ങളിപ്പോൾ പിന്നെ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 80ഓളം കച്ചവടക്കാർ ഞങ്ങളവിടെ പോയിട്ടൊരു കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെറുകിട മേഖലയിൽ കച്ചവടം ചെയ്താൽ അവിടെ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ ആകുമ്പോൾ വലിയ വലിയ കച്ചവടക്കാരാണ്. അവരായിട്ട് ഒരു മത്സരിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അതാത് കടകൾ വന്നിട്ട് ഗവൺമെന്റ് ഇത്ര നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾ ഓരോ ഭാഗത്ത് പോയി സെറ്റിലായിക്കോളാം എന്നുള്ളൊരു. നിങ്ങളൊക്കെ ഇവിടെ ഈ ചൂരൽമല കടയുണ്ടായിരുന്നു? ഇവിടെ തന്നെ കടയുള്ളവരാണ്. ഈ ചൂരൽമലയിൽ നീ ഇപ്പോൾ ഒരു ടൗൺ പുനഃസൃഷ്ടിക്കാൻ പോസിബിൾ അല്ല. ഇവിടെ നോസ്റ്റോണിന്റെ ഉള്ളിലാണ് ഈ കടകളൊക്കെ പെട്ടിരിക്കുന്നത്. അതിന് മാത്രം ആളുകളും ഇല്ല. ചൂരൽമല ടൗൺ നോ ഗോ സോൺ ആണ് മൊത്തത്തിൽ. പിന്നെ ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒരു കച്ചവടമുള്ള കഴിയുന്നില്ല, അവിടെ കഴിയില്ല. നിങ്ങൾ നഷ്ടപരിഹാരം കിട്ടിയാൽ വേറൊരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ ഐഡിയ ഉള്ളത്. അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ബിസിനസ്? ഞാൻ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹോട്ടലിൽ നമ്മളൊരു ഷെയർ ബിസിനസ് ആയിരുന്നു. അപ്പോൾ അത് അന്ന് പൂട്ടിയതാണ്. അതിന് ശേഷം ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. രാവിലെ ഇങ്ങനെ ടൗണിൽ വരും, കുറച്ചു നേരം നടക്കും, പോകും, വൈകിട്ട് വരും, പോകും. കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒന്നും എവിടുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംഘടന സഹായിച്ചു, വ്യാപാരി വ്യവസായി സംഘടന സഹായിച്ചു, പിന്നെ മറ്റു സന്നദ്ധ സംഘടനകളൊക്കെ. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെക്കുറിച്ച് എവിടെയും ഒന്നും പറയുന്നത് ഇതുവരെ കേട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഞങ്ങൾ രാവിലെ 8:30 ഞങ്ങളെ കൂടപ്പിറപ്പുകളും അതുപോലെ കൂട്ടുകാരൊക്കെ പോയ ആ ദുഃഖത്തിൻ്റെ ഒരു വർഷം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സർക്കാരിനൊന്ന് കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിഷേധം ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. വീടിന് കുഴപ്പമൊന്നുമില്ല. ഷോപ്പുകൾ ഇവിടെ ഒരു 80-ലധികം കച്ചവടക്കാരുണ്ട്. അതിലിപ്പോൾ ഒരു വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ. അതന്നെ വളരെ പ്രശ്നത്തിലാണ് പോകുന്നത്. ഈ പല സന്നദ്ധ സംഘടനകളൊക്കെയും ആളുകളുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനൊക്കെ രംഗത്തുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഹെൽപ്പ് കിട്ടിയ ആൾക്കാരുണ്ടോ? ഉണ്ട്, കിട്ടിയ ആളുകളുണ്ട്. പക്ഷെ അത് അവർ പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്തില്ല. ഒരു ചെറിയൊരു സഹായം എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായിട്ട് എവിടെയെങ്കിലും ഒരു മാറ്റി ഇവർക്ക് ഒരു കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുക, അങ്ങനത്തെ ഒരു സംവിധാനം എവിടെയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷമം എന്ന് പറയുമ്പോൾ ഈ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ ഇന്ന് വരെ എവിടെയും ഒരു മീഡിയന് മുന്നിൽ പറയാത്ത ഈ ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഇത് എല്ലാ പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ ഞങ്ങളെ കൊണ്ട് കാത്തുക്കാൻ കഴിയില്ല. കാരണം ഈ ബാങ്ക് ലോണും അങ്ങനെ മറ്റുള്ള കടങ്ങളും ഇതൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഇവിടെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് പിന്നെ അധികവും കടങ്ങളാണ് പോവുക. മാസത്തിൽ സാലറി കിട്ടുന്ന സംവിധാനം ആയതുകൊണ്ട് ആ കിട്ടുമ്പോൾ കൊണ്ടുതരും. അങ്ങനത്തെ ഒരു സിസ്റ്റം. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. ഒരുപാട് പൈസ എല്ലാവർക്കും കിട്ടാണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. നിലവിൽ സർക്കാർ പ്ലാൻ ഉള്ളതായി അറിയത്തില്ല. ഇല്ല, നിലവിൽ ഞങ്ങൾക്ക് പിന്നെ ഓരോ പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ അങ്ങോട്ട് കുറെ കയറി ഇറങ്ങുന്നുണ്ടെന്നല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ഒരു 20 വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്ത ടൗണിൽ വേറെ എവിടെയും പോയിട്ട് ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആകെല്ലാം ഒരു ജീവിതത്തിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പാണ്, അതും വാടകയ്ക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറെ ബാധ്യതകളാണ് കൂടുതലുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോണുണ്ട്. ഈ ഒരു വർഷത്തെ ഇതിപ്പോൾ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നില്ല, കാര്യങ്ങളില്ല. പക്ഷെ ഇതിപ്പോൾ ഒരു വർഷം നാളെ കഴിയാണ്. അടുത്തൊരു മാസം മുതൽ ഈ ബാങ്ക് നമ്മളെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തില്ല. ബാങ്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഏത് രീതിയിലേക്കാണ് ഇത് പോകാമെന്നറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ആകെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഞങ്ങൾ എന്താ പറയുക ലൈസൻസ് ഒക്കെ എടുത്ത് GST വരെ എടുത്ത് കച്ചവടം ചെയ്യുന്ന ഞാൻ തുണി ഷോപ്പായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനമൊക്കെ നമ്മൾ പോകാൻ പറഞ്ഞാൽ അതിനെ സർക്കാർ നല്ലൊരു പാക്കേജിൽ ഞങ്ങളെ കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അന്ന് വലിയ ലോസ് ഉണ്ടായി. വലിയ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുവരെയല്ലേ നമ്മൾ ആകെ ഒരു സമ്പാദ്യം ഇട്ട് എറിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇനി സർക്കാർ ഞങ്ങൾ ഇതിൽ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു കട റൂം അവിടെ കിട്ടിയിരുന്നതിൽ അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ബാധ്യതയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഒരു പുതിയ സ്ഥലത്ത് അനുയോജ്യമായ സ്ഥലത്ത് വേണം ഇപ്പോൾ സ്ഥാപനങ്ങൾ ആർക്കെങ്കിലൊക്കെ പോയി സെലക്ട് ചെയ്ത് തുടങ്ങാൻ. എവിടെയും പോയി തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്ത് പറയും നമ്മളൊരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, അതിനകത്ത് എല്ലാ സംവിധാനം കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ കൽപ്പറ്റയാണല്ലോ ടൗൺഷിപ്പിൽ ഷോപ്പുകൾ വരുന്നത്. അവിടെ വൻകിടക്കാരെടുക്ക് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഇട്ടില്ല ഞങ്ങൾ എങ്ങനെയാണ് കഴിയുക? ഞങ്ങൾക്ക് 80 ആൾ ഒരു 40 സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ഞങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യാം. കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ലോസിലേക്ക് പോകാനുള്ള പേടിയോണ്ടാണ്. അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക്
നല്ലൊരു പാക്കേജിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ മാന്യമായൊരു നഷ്ടപരിഹാരത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ഞങ്ങൾക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിൽ. വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അസ്ലം. അത് ഗവൺമെന്റിന്റെ സത്യത്തിൽ അങ്ങനെ പ്ലാൻ ഇല്ലേ ഇപ്പോൾ? ആ സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്ന് തന്നെയാണ് കളക്ടറോട് സംസാരിച്ചപ്പോഴും പറയുന്നത്. അവരുടെ മുന്നിലുണ്ട്, കണക്കുകൾ ശേഖരിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോ ഈ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്